കെ.എം. മാണിയുടെ മരുമകന്റെ പേരിലുള്ള റിസോർട്ട് ഭൂമി കയ്യേറിയതായി റവന്യൂ മന്ത്രി നിയമസഭയിൽ. നെയ്യാറ്റിൻകരയിലെ ഐസോള ഡി കൊക്കോ എന്ന പേരിലുള്ള റിസോർട്ടാണ് ഭൂമി കയ്യേറിയത്. കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ കത്ത് നൽകി. നെയ്യാറ്റിൻകര അഡീഷണൽ തഹസിൽദാർ നടത്തിയ അന്വേഷണത്തിലാണ് കയ്യേറ്റം അറിഞ്ഞത്. മുൻ റവന്യൂ മന്ത്രി കെ.എം. മാണിയുടെ മരുമകന്റെ പേരിലുള്ള നെയ്യാറ്റിൻകര പൂവാറിലെ റിസോർട്ട് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. ഐസോള ഡി കൊക്കോ എന്ന റിസോർട്ടാണ് കെ.എം. മാണിയുടെ മരുമകന്റെ പേരിലുള്ളത്. നെയ്യാറ്റിൻകര അഡീഷണൽ തഹസിൽദാർ നടത്തിയ അന്വേഷണത്തിലാണ് ഭൂമി കയ്യേറ്റം ബോധ്യപ്പെട്ടതെന്നും കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഒപ്പം ഭാസുരം, കസ്തൂരി എന്നീ റിസോർട്ടുകളും കയ്യേറ്റ ഭൂമിയിലാണ് നിലകൊള്ളുന്നതെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ 144 പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചു. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. എന്നാൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും മുമ്പ് പോലീസുമായി ആലോചിക്കുന്നതാണ് കീഴ്വഴക്കം. ഇത് മൂന്നാറിൽ ഉണ്ടായില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസുമായോ സർക്കാരുമായോ ആലോചിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. കാപ്പ നിയമപ്രകാരം 42 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും 30 പേർക്കെതിരെ സഞ്ചലന നിയന്ത്രണ ഉത്തരവും പുറപ്പെടുവിച്ചതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 473 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 54 കേസുകൾ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വകുപ്പ് നഗരകാര്യ വകുപ്പാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കഴിഞ്ഞ 3 വർഷമായി ലഭിക്കുന്നില്ലെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ സഭയെ അറിയിച്ചു. നിലവിൽ സംസ്ഥാന വിഹിതം കൊണ്ട് മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.